നമുക്കെല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ മുൻഗണനകളെടുക്കുന്നത് പറ്റിയ എല്ലാവർക്കും തന്നെ. പക്ഷേ ഈ ഒരു കാര്യങ്ങൾക്ക് മാത്രം ഉന്നതങ്ങളിലേക്കും മുഖ്യമന്ത്രിമാരുടെ പോലീസുകാരുമുള്ള ഉണ്ടാവും. എല്ലാവരും ഒരു ഓഫീസിലും അതുപരികളും ഇതുപോലെ കറണ്ട് ഉപയോഗിക്കണം. പക്ഷേ ഈ കറണ്ട് ബില്ല് എന്താണെന്ന് അല്ലെങ്കിൽ അവർ എന്തോരം പറ്റിക്കണം അതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മളോട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ആൾക്കാർ ഇപ്പോൾ കറണ്ട് ബില്ല് എടുക്കുമ്പോൾ മീറ്ററിൽ നോക്കിയാണ് കറണ്ട് ബില്ല് ഫിസിക്സ് കറണ്ട് സംഭവപരമായി കിട്ടുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ കറണ്ട് ബില്ലുകൾ വരുന്നത് നമ്മളെപ്പോഴെങ്കിലും ഇവർ മീറ്ററിൽ നോക്കി അടിച്ചിടുന്ന ബില്ല് അല്ലെങ്കിൽ അത് അടിച്ചിടുന്ന സംഖ്യ നമ്മൾ അതെപ്പോഴെങ്കിലും അത് ശരിയാണോ തെറ്റാണോ നമ്മൾ ഇതിലൊക്കെ നോക്കുക. ചിലവരെടുക്കുന്ന കൂടുതലാണ് കുറവാണ് നമ്മളെപ്പോഴെങ്കിലും ശ്രദ്ധിക്കണം. ഒരിക്കലും അവർ പോയി മീറ്ററിൽ നോക്കി ഏതാണ്ട് പൊക്കത്തെ കുറിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ ശരിക്കും ഈ മീറ്ററിൽ കാണുന്ന തുക തന്നെയാണ് അവർ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ഇവിടെ എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ ശരാശരി എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് കറണ്ട്. പക്ഷേ ഈ ഡ്യൂട്ടിക്ക് എന്തിനാണ് ഈ ചാർജ് കൊടുക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് പ്രത്യേകം. പിന്നെ എന്തിനാണ് നമ്മൾ ഡ്യൂട്ടി ചാർജ് കൊടുക്കണം? അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മുടെ അടുത്ത് എന്തെങ്കിലും നന്നാക്കാൻ മറ്റു കാര്യങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് പൈസ കൊടുക്കണം. അതുപോലെ ഡ്യൂട്ടി ചാർജ് എന്ന് പറയുമ്പോൾ അവരിവിടെ വരുന്നതിന് എന്തിനാണ് നമ്മൾ ഡ്യൂട്ടി ചാർജ് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ട്. അവരിവിടെ വരുന്നതിന് അവർ സർക്കാരിന് അന്വേഷിക്കുന്നത് സർക്കാരിൻ്റെ ശമ്പളം കൊടുക്കുന്നത് നമ്മളല്ല. അപ്പോൾ ഈ ഡ്യൂട്ടി ചാർജിൻ്റെ ആവശ്യം കൊടുക്കേണ്ടവർ നമ്മൾ സാധാരണഗതിയിൽ കറണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ പൈസയിലുണ്ട്. ഈ പറയുന്ന ചാർജുകൾ വെള്ളം കൊടുക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ ഈ ഫ്യൂവൽ സർചാർജ് എന്ന് പറഞ്ഞാൽ ഈ പൈസയൊക്കെ എന്താണ് ഈ ഫ്യൂവൽ സർചാർജ്? നമ്മൾ സാധാരണഗതിയിൽ ഒരു കറണ്ട് ഉപയോഗിക്കുന്നതിന് എത്രയാണോ അത്രയും രൂപയല്ലേ കൊടുക്കുന്നത്. പക്ഷേ ഈ ഫ്യൂവൽ സർചാർജ് ഒക്കെ ഇതിൻ്റെ മുകളിൽ കൊടുക്കേണ്ട നല്ല കാര്യമുണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് ചാർജ്, മീറ്റർ വാടക. മീറ്റർ നമ്മുടെ വീട്ടിൽ നമ്മൾ പൈസ കൊടുത്ത് വെച്ചിരിക്കുന്നതിന് വിലയിൽ നിന്ന് വാടക കൊടുക്കണം. അതുപോലെ റൗണ്ട് ഓഫ് എന്നാ റൗണ്ട് ഓഫ്? ഈ റൗണ്ട് ഓഫിനൊക്കെ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? എന്താ അവർ നമ്മുടെ വീട്ടിൽ വന്ന് പിന്നെ മീറ്ററിൻ്റെ അവിടം വരെ പോയിട്ട് തിരിച്ചു വന്നതിന് പൈസ, എന്നിട്ട് ബിൽ തുകയെന്ന് പറഞ്ഞ് എഴുതി വെച്ചതും. അപ്പോൾ എത്ര രൂപ ഇവർ പറ്റിച്ച് ഇവരെ മാത്രമല്ല നമ്മൾ കൂടുതലും മീറ്ററിൽ കാണുന്ന സംഖ്യയാണ് ഇവരെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതായത് മേലുദ്യോഗസ്ഥർ മുതൽ അവരുടെ ഓഫീസിലും വീടുകളിലും എല്ലാം ഇങ്ങനെയൊരു കറണ്ട് ബില്ല് എന്നൊരു കാര്യത്തിൽ പറ്റിക്കപ്പെട്ടത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചത് ഇതിനൊക്കെ എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്?